വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു എന്ന റിപ്പോർട്ടാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നത്. വി.എസിന് വിട. വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. ഔദ്യോഗികമായ വിവരം പുറത്തേക്ക് വരികയാണ്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്ന വാർത്ത വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു എന്ന റിപ്പോർട്ടാണ്. ദേവിക, 5 ദിവസത്തെ ദുഃഖാചരണത്തോടുകൂടി വി.എസ്. അച്യുതാനന്ദന്റെ അന്ത്യവാർത്ത അങ്ങനെ SUT ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. വി.എസ്. അച്യുതാനന്ദൻ ഇനി ഓർമ്മ. 101 വയസ്സിൽ രാഷ്ട്രീയത്തിന്റെ അധികായകൻ, CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, അദ്ദേഹം ഓർമ്മയായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നത്. എന്നാലും വിദഗ്ധ സംഘം അടക്കമുള്ളവർ നടത്തിയ പരിശോധന, ഒപ്പം തന്നെ 29 ദിവസം നടന്ന ആശുപത്രിവാസം, അതൊന്നും ഫലം കണ്ടിരുന്നില്ല വി.എസിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന കാര്യം. എന്തായാലും അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടെ എത്തി അദ്ദേഹത്തിനെ അവസാനമായി കണ്ടു. ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരണം വരികയാണ്. വി.എസിന്റെ രക്തസമ്മർദ്ദത്തിലുണ്ടായ വ്യതിയാനം, ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. വി.എസ്. അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത്. എന്തായാലും ഔദ്യോഗികമായ സ്ഥിരീകരണം ഇപ്പോൾ വരികയാണ്. വി.എസ്. അച്യുതാനന്ദൻ മരിച്ചു. ഔദ്യോഗികമായി അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നു മെഡിക്കൽ ബുള്ളറ്റിലൂടെ എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 101 വയസ്സാണ് എന്നുള്ളതാണ്. ആ ഒരു 101ലും അദ്ദേഹം ഔദ്യോഗിക പരിപാടികളൊക്കെ വർഷങ്ങൾക്ക് മുൻപേ ഉപേക്ഷിച്ച് വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. ഭരണപരിഷ്കാര കമ്മീഷൻ അടക്കമുള്ള ചുമതലകൾ പാർട്ടി ഔദ്യോഗികമായി നൽകി. പല ഘട്ടങ്ങളിൽ കേരളത്തിനെ പിടിച്ചു നിർത്തിയ നേതാവ്, ഒപ്പം തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ തൻ്റെതായ നിലപാട് വ്യക്തമാക്കിയ ഒരു നേതാവ്. അതിലുപരി വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ രാഷ്ട്രീയ പാർട്ടിക്ക്, പ്രത്യേകിച്ച് CPM-ന് ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി, പ്രധാന വ്യക്തിയായി നിലകൊണ്ടത് വി.എസ്. അച്യുതാനന്ദനാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. വി.എസ്. അച്യുതാനന്ദൻ ഇനി ഓർമ്മ. ദേവിക, വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. 102ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോഴായിരുന്നു അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തേക്ക് വരികയാണ്. വി.എസ്. അച്യുതാനന്ദൻ വിട വാങ്ങിയിരിക്കുന്നു. എസ് ശാലിനി, കേരളത്തിന് പുറത്തും കേരളത്തിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വി.എസ്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് സംഭവിച്ചത്. അതുകൊണ്ട് അതീവ ദുഃഖവും വിഷമവും ആയിരക്കണക്കിന് വി.എസിനെ സ്നേഹിക്കുന്ന, പാർട്ടിയിലെ വി.എസിനെ സ്നേഹിക്കുന്ന, പാർട്ടിയിലല്ലാത്ത ആളുകൾ വി.എസിനെ സ്നേഹിക്കുന്നുണ്ട്. അവരെല്ലാം അനുഭവിക്കുന്ന ദുഃഖത്തോടൊപ്പം തന്നെ അതീവ ദുഃഖം വ്യക്തിപരമായിട്ട് ഞാനും അനുഭവിക്കുകയാണ്. കേരളത്തിനൊരു കാവൽ നഷ്ടപ്പെട്ടു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ശാലിനി, ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ വി.എസിനെ കണ്ടു. ഇന്ന് വൈകിട്ട് 3:20 വി.എസ്. അച്യുതാനന്ദൻ ഓർമ്മയായി എന്നുള്ള ഔദ്യോഗിക മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി ഈ ഘട്ടത്തിൽ ഇപ്പോൾ ആശുപത്രി പുറത്തുവിടുകയാണ്. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാർത്ഥനകൾ, ഒപ്പം തന്നെ ആശുപത്രിവാസം, 29 ദിവസം നീണ്ടുനിന്ന പരിചരണം, ആ പരിചരണങ്ങൾക്കൊക്കെ അപ്പുറം വി.എസ്. ഇപ്പോൾ ഓർമ്മയായിരിക്കുകയാണ്. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട്, ഒരുപാട് രാഷ്ട്രീയ പരാമർശങ്ങളും രാഷ്ട്രീയ വാർത്തകളും അത്രയധികം നൽകിക്കൊണ്ടാണ് വി.എസ്. അച്യുതാനന്ദൻ ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നത് 101 വയസ്സിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് CPM നേതാക്കന്മാർ പുറത്തേക്ക് വരികയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പുറത്തേക്ക് വരികയാണ്. കേരളത്തിലെയും
ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അതുല്യമായ പങ്കുവഹിച്ച CPIM-ന്റെ എക്കാലത്തെയും പ്രമുഖ നേതാവായ സഖാവ് VS അച്യുതാനന്ദൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. സഖാവിന്റെ ത്തിൽ പാർട്ടിയും ഇന്ത്യയിലെയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുന്ന് KKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ ഇന്ന് രാത്രി പൊതുദർശനം അനുവദിക്കും. അതിനുശേഷം രാത്രിയോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് അവിടുന്ന് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുപോകും. ദർബാർ ഹാളിൽ ഔദ്യോഗികമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു യാത്രാമൊഴിയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുക. എല്ലാവരെയും അവിടെ പൊതുദർശനത്തിന് അനുവദിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നാഷണൽ ഹൈവേ വഴി ആലപ്പുഴയിലേക്കാണ് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ രാത്രിയാവുമ്പോൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകുന്ന വഴികളിലെല്ലാം പ്രിയ സഹാബിനെ ഒരു നോക്ക് കാണുന്നതിന് ആളുകൾ തടിച്ചുകൂടും എന്നുള്ളതുകൂടി കണക്കെടുത്തിട്ടാണ് രാത്രിയാവുമ്പോൾ വീട്ടിലെത്തിക്കാനാണ് ഉദ്ദേശിച്ചത്. മറ്റന്നാൾ രാവിലെ അവിടെ നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും പിന്നീട് പൊതുദർശനത്തിനും അനുവദിക്കും. ഉച്ചയ്ക്ക് ശേഷം നമുക്കെല്ലാം അറിയുന്നത് പോലെ ആലപ്പുഴ വലിയ ചുടുകാടിൽ ശവസംസ്കാരം നടത്താനാണ് ഇപ്പോഴും എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത്. അത് മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുമെന്നാണ് കണ്ടിട്ടുള്ളത്. പാർട്ടിയുടെ ഭാഗമായി എല്ലാവിടെയുമുള്ള പതാകകൾ താഴ്ത്തിക്കെട്ടാനും നടത്താനും ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നുകൂടി വിശദമായിട്ട് ആലോചിച്ച് ദുഃഖാചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന VS അച്യുതാനന്ദൻ അന്തരിച്ചു. അല്പസമയം മുൻപായിരുന്നു അന്ത്യം. SUT പട്ടം ആശുപത്രിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇപ്പോൾ S ശാലിനിയും V വിനീഷും ചേരുന്നുണ്ട്. V വിനീഷിലേക്ക് എത്തുകയാണ്. വിനീഷ്, VS വിടവാങ്ങിയിരിക്കുകയാണ്. അല്പസമയം മുൻപ് പാർട്ടി സെക്രട്ടറി അത് സ്ഥിരീകരിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏകദേശം 3:20 കൂടിയാണ് VS-ന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അല്പസമയം മുമ്പാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ CPM-ന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഞാൻ നിൽക്കുന്ന SUT ആശുപത്രിയിലേക്ക് അല്പസമയം മുമ്പ് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറെ വിഷമകരമോടെയായിരുന്നു അല്പസമയം മുമ്പ്
CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവരുടെ പ്രതികരണം അത് നമുക്ക് കാണാൻ സാധിച്ചു. എന്തായിരുന്നാലും നിലവിൽ അദ്ദേഹം VS വിട പറയുമ്പോൾ ഒരു 1/4 നൂറ്റാണ്ടിന്റെ CPMന്റെ ചരിത്രം കൂടി വിട പറയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്.